റേഷൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ജയ് ഗണേഷ് എന്ന് പറയുന്ന സിനിമ, അതായത് കഴിഞ്ഞ വിഷുവിന് ഇറങ്ങിയിട്ടുള്ള ജയ് ഗണേഷ് എന്ന് പറയുന്ന സിനിമ ഉണ്ണി മോഹൻ്റെ കരിയറിലെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു. മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയ്ക്കകത്തല്ല, അതിൻ്റെ കളക്ഷൻ്റെ കാര്യത്തിനകത്ത്. അതിനോടൊപ്പം ഇറങ്ങിയ രണ്ട് സിനിമകളും വലിയ വലിയ കോടി ക്ലബിലേക്ക് 100 കോടിയിലേക്കും അല്ലെങ്കിൽ 150 കോടി ക്ലബിലേക്കൊക്കെ പോയപ്പോഴത്തേക്ക് വളരെ ചെറിയ, അതായത് വേൾഡ് വൈഡിലെ കളക്ഷൻ പോലും അവർക്ക് പുറത്തു വിടാൻ പറ്റാത്ത രീതിയിൽ ഏറ്റവും മോശമായിട്ടുള്ളൊരു കളക്ഷനായിരുന്നു ജയ് ഗണേഷ് എന്ന് പറയുന്ന സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് വന്നിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പലരും വിചാരിച്ചു ആ സമയത്ത് ഉണ്ണി മോഹൻ്റെ ജയ് ഗണേഷ് എന്ന് പറയുന്ന സിനിമ നേരിട്ടുകൊണ്ടിരുന്ന ഒരു സൈബർ അറ്റാക്ക് കണ്ടപ്പം ഒട്ടുമിക്ക ആൾക്കാരും വിചാരിച്ചു ഉണ്ണി മോഹൻ എന്ന് പറയുന്ന നടന് ഇനി സിനിമയിൽ അധികം നാൾ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാര്യം ആ മാതിരി അതിശക്തമായിട്ടുള്ള സൈബർ ആക്രമണമായിരുന്നു ജയ് ഗണേഷ് എന്ന് പറയുന്ന സിനിമയ്ക്ക് നേരിട്ടുകൊണ്ടിരുന്നതെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. കാര്യം ജയ് ഗണേഷിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറയുകയും ചെയ്ത് ആവേശവും വർഷങ്ങൾക്ക് ശേഷവും ജയ് ഗണേഷ് കണ്ട കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ജയ് ഗണേഷ് തന്നെയായിരുന്നു. കാര്യം ആവേശത്തിനെക്കാട്ടിലും വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയെക്കാട്ടിലും. പക്ഷേ എന്തുകൊണ്ടോ അതിനകത്ത് തിയേറ്ററിലേക്ക് പ്രേക്ഷകർ എത്തിയില്ല. ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണമായിരുന്നു. ഏറ്റവും മോശമായിട്ടുള്ളൊരു കളക്ഷനിൽ ആ സിനിമയുടെ പ്രദർശനം അവസാനിപ്പിക്കേണ്ടിയും വന്നത്. അതായത് ബോക്സ് ഓഫീസിൽ ഒരു ദുരന്തമായി മാറിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു സിനിമയായിരുന്നു ജയ് ഗണേഷ് എന്ന് പറയുന്നത്. അതിനുശേഷം പലരും വിചാരിച്ചു ഉണ്ണി മോഹൻ്റെ അടുത്ത സിനിമ ജൂനിയർ ഗന്ധർവൻ എന്ന് പറയുന്ന ഒരു സിനിമയായിരിക്കും. കാര്യം അത്തരത്തിലുള്ള ഒരു സിനിമ അനൗൺസ് ചെയ്തിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഉണ്ണി മോഹൻ്റെ മുമ്പിലേക്ക് മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു ഓഫർ വരികയും ഉണ്ണി മോഹൻ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ ജൂനിയർ ഗന്ധർവൻ എന്ന് പറയുന്ന സിനിമ, അതായത് ഗന്ധർവൻ ജൂനിയർ എന്ന് പറയുന്ന സിനിമ തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെക്കുകയും മാർക്കോയിലേക്ക് ഉണ്ണി മോഹൻ വരികയും ചെയ്തു. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്ന് തിയേറ്ററിൽ ഒരു ജനപ്രളയം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇന്നിപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക തിയേറ്ററുകളിലും, അതായത് കേരളത്തിലെ ഒട്ടുമിക്ക തിയേറ്ററുകളിലും അതോടൊപ്പം ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിലും ചെന്നൈയിലും എല്ലാം ഈ സിനിമയ്ക്ക് വലിയ രീതിയിലാണ് ബുക്ക് മൈ ഷോയിൽ അതിൻ്റെ ഒരു കാണാൻ സാധിക്കുന്നത്. കാര്യം അതിൻ്റെ ഒരു തിരക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മിക്കവാറും ഉള്ള തിയേറ്ററുകളിലെല്ലാം ഓൾമോസ്റ്റ് ഫുള്ളായി കഴിഞ്ഞു. മറ്റുള്ള സ്ഥലത്ത് പൂർണ്ണമായിട്ടും ടിക്കറ്റ് വിറ്റ് തീർന്നിരിക്കുന്നു. ഇപ്പം ഞാൻ നാളെ നോക്കുന്ന സമയത്ത്, അതായത് ശനിയാഴ്ചയായിട്ടുള്ള നാളത്തെ ദിവസം പോലും ആ സിനിമ പല തിയേറ്ററുകളിലും ഇപ്പം തന്നെ ഏതാണ്ട് ഫുള്ളായിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാര്യം അത്രയും വലിയ, എനിക്ക് ഉണ്ണി മോഹൻ്റെ കരിയറിലെ ഏറ്റവും വലിയൊരു ഓപ്പണിംഗ് ആണ് മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ നേടിയെടുക്കാൻ പോകുന്നത്. കാര്യം അത്രമാത്രമാണ് തിയേറ്ററിലേക്ക് പ്രേക്ഷകർ പോകുന്നതും സിനിമയെക്കുറിച്ചുള്ള ഓരോ പ്രേക്ഷകൻ്റെ വിലയിരുത്തലും അല്ലെങ്കിൽ ഓരോരുത്തരുടെ അഭിപ്രായവും ഒന്ന് കാണുന്നത്. ഞാൻ കുറച്ച് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറയുകയും ചെയ്ത് ഉണ്ണി മോഹൻ ഇപ്പം നമ്മുടെ മലയാളത്തിലുള്ള മറ്റു യുവതാരങ്ങളുടെ അത്രയും ഒരു ശക്തമായ ഒരു ഫാൻ ബേസ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടുള്ള അല്ലെങ്കിൽ അത്രയും വലിയൊരു ആരാധകർ ഉള്ള ഒരു നടനായിരുന്നെങ്കിൽ ഈ ഒരൊറ്റ സിനിമയെ കൂടെ ഉണ്ണി മോഹനെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് വരെ നമുക്ക് പറയാൻ സാധിക്കുന്ന രീതിയിൽ ഏറ്റവും മികച്ച ഒരു പെർഫോമൻസ്. കാര്യം ഇതോടൊപ്പം നമുക്ക് പറയാവുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പ്രഭാസിനെ പോലെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റോളുകൾ ചെയ്യുന്ന തെലുങ്കിൽ നിന്നുള്ളവർക്കാണെങ്കിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള റോൾ ഇപ്പോൾ സൽമാൻ ഖാനെ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ നമുക്ക് ഉദാഹരണം വടക്കേ ഇന്ത്യയിൽ ആരെങ്കിലുമൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നെങ്കിൽ നമ്മുടെ തെക്കേ ഇന്ത്യയിലും നമ്മുടെ ദക്ഷിണേന്ത്യയിലും ഇത്തരത്തിലുള്ള റോളുകൾ ചെയ്യാൻ ഒരു നടന് സാധിക്കുന്നുണ്ട്. അല്ല അത് ഉണ്ണി മോഹനാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഉണ്ണി മോഹൻ തന്നെ പറയുകയുണ്ടായി ഉണ്ണി മോഹൻ്റെ ഈ സിനിമയിലേക്ക് വന്ന ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാര്യം ഈ സലാറു പോലുള്ള അല്ലെങ്കിൽ അതുപോലെ നിൽക്കുന്ന പല സിനിമകളും നമ്മുടെ കേരളത്തിൽ വരുമ്പം പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ ഒരു ഒറ്റ കാര്യമാണ് ഇപ്പം മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോഴത്തേക്ക് പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നേ. അതാണ് ഒരു ആത്മവിശ്വാസം നൽകിയെന്ന് ഉണ്ണി മോഹൻ പറയുന്നതായിട്ട്. അതോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ടത് അനീഫ് അദാനിയുടെ, അതായത് അവസരങ്ങൾ കിട്ടിയാൽ ഏറ്റവും മികച്ച സിനിമകൾ ഉണ്ടാക്കാൻ കഴിവുള്ള ആളാണ് അനീഫ് അദാനി എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയമില്ല. രാമേന്ദ്ര ബോസ് ആൻഡ് കോ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കറിയാൻ പറ്റുന്നില്ല. പക്ഷേ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ തിരക്കഥ എഴുതിയിട്ടുള്ള മറ്റു സിനിമകൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഗ്രേറ്റ് ഫാദർ പോലുള്ള അല്ലെങ്കിൽ മിഖായൽ പോലുള്ള അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ സന്തതികൾ പോലുള്ള സിനിമയുടെയൊക്കെ സ്ക്രിപ്റ്റ് നമ്മൾ നോക്കുമ്പം ഏറ്റവും മികച്ച രീതിയിൽ സിനിമ ഒരുക്കാൻ കഴിവുള്ള ആൾ തന്നെയാണ് അനീഫ് അദാനി. അത് ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട് സിനിമ ഇന്ന് ഒരുക്കാൻ പറ്റുന്ന ആളാണ് അനീഫ് അദാനി. ആ അനീഫ് അദാനിയുടെ ഉണ്ണി മോഹനെയും വെച്ചിട്ട് മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ 2024 ഏറ്റവും വലിയ വിജയങ്ങളിലേക്ക് പോകാൻ സാധ്യത ഉണ്ടെന്ന് സൂചിപ്പിക്കത്തക്ക രീതിയിൽ ഇപ്പം നാളെ തന്നെ അതിൻ്റെ ഒരു കളക്ഷൻ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഡേ ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയിട്ടുള്ള മരക്കാറിൻ്റെയും കുറുപ്പിൻ്റെയും അല്ലെങ്കിൽ കിങ് കൊത്തയുടെയും ഒടിയൻ്റെയും ഒക്കെ ആടുജീവിതം പോലുള്ള സിനിമകൾ എനിക്ക് തോന്നുന്നു ഈ 5 സിനിമകളാണ് മലയാള സിനിമയുടെ ഏറ്റവും ഉയർന്ന ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയിരിക്കുന്ന സിനിമകൾ. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഒരു തട്ടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ക്ലബിലേക്ക് മാർക്കോയും എത്തും എന്നുള്ളത് നമുക്കൊരു സംശയവും വേണ്ട. കാര്യം വെച്ചാൽ ഇതിൻ്റെ മോർണിംഗ് ഷോയ്ക്കും ചിലപ്പോൾ ഒരു മാറ്റിനിക്കും ചിലപ്പം പ്രേക്ഷകർ ഇച്ചിരി കുറവായിരുന്നു കാണും. കാര്യം അഭിപ്രായം പറഞ്ഞിട്ട് പോകാം എന്ന് പലയിടത്തും ചിലപ്പോൾ പ്രേക്ഷകൻ വിചാരിച്ചിട്ടുണ്ടാകും. കാര്യം ഇപ്പോൾ ഫസ്റ്റ് ഷോയ്ക്കും സെക്കൻഡ് ഷോയ്ക്കും എന്തിന് പല തിയേറ്ററുകളിലും 11:59 12 മണിക്കും ഒക്കെ തേർഡ് ഷോ വരെ ഇടുന്ന രീതിയിലേക്ക്
രീതിയിലേക്ക് നമുക്ക് ബുക്ക് മൈ ഷോയിൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പം മാർക്കോയുടെ ഒരു പോക്കെന്ന് പറയുന്നത്. ഇത് ഏറ്റവും ഒരു ശുഭ സൂചനയാണ് ഉണ്ണിമൂന്നൻ്റെ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം. കാര്യം ഉണ്ണിമൂന്നിന് ഈ സിനിമയുടെ വിജയം കൊടുക്കുന്നത് ചെറുതായിട്ടുള്ള ഒരു സന്തോഷമല്ല, അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള ഒരു ആത്മവിശ്വാസമല്ല. എന്തായാലും നമുക്ക് ഉണ്ണിമൂന്നൻ എന്ന് പറയുന്ന ഒരു നടൻ്റെ അതിശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവിന്, അതോടൊപ്പം അനീഫ് അദാനി എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ അതിശക്തമായിട്ടുള്ള തിരിച്ചുവരവിനെ നമുക്ക് ഈ പറഞ്ഞ കണക്ക് അവരോടൊപ്പം നിൽക്കാം, അവരെ അഭിനന്ദിക്കാം. ഈ സിനിമ ഒരു വലിയ വിജയമായി തീരട്ടെ. താങ്ക് യു.